മതി എന്ന് പറയേണ്ട സാധനം കഴിഞ്ഞു. അപ്പൊ കുപ്പിയും ചെറുതേക്ക് മാറ്റിയാണത്. അടിപൊളി. ഒരു കണക്കിന് കഴിഞ്ഞ് തന്നെ ചെയ്തു. നേരത്തെ വീട്ടിൽ പോകണം. വീട്ടിൽ പോട്ടറാ, നമുക്ക് ഇവിടെ കിടക്കാം. ഏയ് ഇവിടെ കിടക്കാനൊന്നും പറ്റൂല, എനിക്ക് വീട്ടിൽ പോകണം. അതാ ഞങ്ങൾക്കൊന്നും വീടില്ലേ. നിങ്ങളെ പോലത്തെ കൂറ വീടല്ല, തറവാടിയാണ് തറവാടി. എൻ്റെ തറവാടിൻ്റെ കഥയെന്ന് പറഞ്ഞു തന്നാൽ എത്ര നേരം വൈകി ചെന്നാലും കണ്ണിൽ എന്നെ ഒഴിച്ച് കാത്തിരിക്കണ എൻ്റെ പാവം, എൻ്റെ പൊന്നച്ഛൻ, നല്ല അച്ഛൻ. പിന്നെ ഭാര്യ. നമ്മളെങ്ങനെ ചെന്നാലും നമ്മളെ കുളിപ്പിച്ച് ചോറുണ്ട് നമ്മൾ ഉറക്കണ എൻ്റെ സുഷമ. പിന്നെ മോള്. ഞാൻ ചെല്ലാതെ സ്കൂളിൽ പോകില്ല, സ്കൂളിൽ ഞാൻ കൊണ്ടാക്കണം. നല്ല മോള്. അതാടാ എൻ്റെ സന്തുഷ്ടമായ എൻ്റെ കുടുംബം. എന്നാ ശരിയല്ലേ, പോട്ടെ. ഇവൻ്റെ തള്ളു കുറേ കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട് ഇവൻ്റെ തറവാടൊന്ന് പോയി കാണണം. മോനെ ബടവാട 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 അച്ഛനൊന്നും നീപ്പിച്ചേടാ. പിടിച്ചിട്ട് കിട്ടുന്നില്ലെന്നെ. എന്താ അത്? ജവാൻ അച്ഛൻ്റെ ഇങ്ങോട്ട് എടുത്തോളൂ, അച്ഛൻ്റെ എടുക്കാതെ. ഒരു ദുർബല നിമിഷത്തിൽ അച്ഛനതും കൂടി ഞാൻ അടിച്ചു. ഒരു ജവാൻ തുള്ളിയിട്ടരാത്ത നീയൊക്കെ മനുഷ്യനാണ്. കറങ്ങാൻ പുറത്തേക്ക് അല്ല, ഇങ്ങോട്ട് പോകണേ. ഞാനേ ടൂർ വാങ്ങിച്ച പൈസ എവിടെ? പൈസ ഞാനോ? അച്ഛാ, വേദന എടുത്ത് കള്ളം പറയാൻ നിൽക്കല്ലോ കേട്ടോ, ഒക്കെ അറിയാം. നാളെ ടൂറിന് പൈസ എടുക്കാനുള്ള അവസാനം തീയതി. അതെല്ലാം കിട്ടില്ലെങ്കിൽ അച്ഛാ അപ്പൊ അറിയാം. സുസു അല്ല മനുഷ്യ, ഞാൻ അയൽക്കൂട്ടത്തുനിന്ന് എടുത്തു തന്ന പൈസ എവിടെ? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്കതൊരു ഓർമ്മയില്ല. അപ്പൊ നിങ്ങൾക്ക് അത് ഓർമ്മല്ല അല്ലേ? ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിത്തരാം. കുളിപ്പിക്കൽ മനസ്സിലായി, കിടത്തലിപ്പോൾ എങ്ങനെയാണാവോ? ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മ കിട്ടിയോ? ഓർമ്മ ഇപ്പൊ ഉണ്ടായോ? വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. ചവിട്ട് കൊണ്ട് കുളിപ്പിച്ചെടുത്തൽ കൊണ്ട്